നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണർവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൈപ്പോകോൺട്രിയാസിസിനെ കുറിച്ചിട്ടാണ്. ഹെൽത്ത് ആങ്സൈറ്റി ഡിസോർഡർ എന്നും നമ്മളിതിനെ പറയും. സോ ദിസ് ഈസ് ബേസിക്കലി ഫിയർ ഓഫ് ബിക്കമിങ് ഇൽ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചിട്ട് നമുക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ, മൈനറായിട്ടുള്ള സിംറ്റംസ് കാണിച്ച എന്തോ മാരകമായിട്ടുള്ള എന്തൊരു അസുഖമാണ് എനിക്ക്, അല്ലെങ്കിൽ എന്തോ വലിയ അസുഖം എനിക്ക് വരാൻ പോവുകയാണെന്നുള്ള തെറ്റിദ്ധാരണയും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഉത്കണ്ഠയുമാണ് ഈ ഹൈപ്പോകോൺട്രിയാസിസിൽ ഉണ്ടാകുന്നത്. സോ ഇത് ശരിക്കും ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫിയർ ആണ്. ബിക്കോസ് അതിന് ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തി, ആൾക്കിത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിയർ ആണ്. ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ പോലും അവർ സ്ട്രോങ്ലി ദേ ബിലീവ് ദാറ്റ് ഓക്കെ, എന്തോ എനിക്ക് വലിയൊരു അസുഖമാണ് അസുഖം എന്തോ എനിക്കുണ്ട്, എന്തോ പ്രശ്നം വലുതായിട്ട് എനിക്കുണ്ടെന്ന് അവർ തന്നെ ആ ഒരു തോട്ടിലേക്ക് അവർ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പോകോൺട്രിയാസിസ് എന്നൊരു കണ്ടീഷനിൽ കാണിക്കുന്നത്. സോ ഇത് മെയിനായിട്ടും കൂടുതലും ഒരു 6 മാസം വരെ ഇത്തരത്തിലുള്ള ഈ ഒരു ഉത്കണ്ഠ ഒക്കെ പെർസിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹൈപ്പോകോൺട്രിയാസിസ് എന്നുള്ളൊരു ഡയഗ്നോസിലേക്ക് നമ്മൾ എത്തുന്നത്. ചെറിയൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റൊമക്ക് ക്യാൻസറാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു ചെറിയ തലവേദന വന്നാൽ എന്തോ ബ്രെയിൻ ട്യൂമറാണ്, ചെസ്റ്റ് പെയിൻ വന്നാൽ മേ ബി ഒരു എന്തോ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് എന്തോ ഉണ്ട്, ചെറിയ ചുമ വന്ന് കഴിഞ്ഞാൽ ഇത് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ലങ് ക്യാൻസർ ആണ് എന്ന് പ്രിയസ്യൂം ചെയ്യുന്ന ഒരു എന്താ പറയുക, ആ ഒരു കൺക്ലൂഷനിലേക്ക് അവർ പെട്ടെന്ന് തന്നെ എത്തും ഈ ഒരു കണ്ടീഷനുള്ളവർ. സോ ദിസ് ഈസ് ബേസിക്കലി ഗെറ്റിംഗ് ആങ്ഷ്യസ് അബൌട്ട് ദെയർ ബോഡിയിലി സിംറ്റംസ് ഓർ ബോഡിയിലി ഫങ്ഷൻസോ, അവരുടെ ബോഡി സെൻസേഷൻസിനെ കുറിച്ച് അമിതമായിട്ടുള്ളൊരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ആങ്സൈറ്റിയാണ് ഇതിൽ വരുന്നത്. എക്സ്ട്രീം ഫിയറും അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ളൊരു വെറി നമുക്കിതിൽ കാണാൻ സാധിക്കും. സോ ഇതിൽ ഇങ്ങനെ ഉള്ള ഒരു മെയിനായിട്ടും ഈ ഒരു തോട്ട് വരുമ്പോൾ, ഇത്തരത്തിലുള്ള ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന അവർക്കൊരു കാണിക്കുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ദേ വിൽ കൺസൾട്ട് എ ഡോക്ടർ. ആൻഡ് ഡോക്ടർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ടെസ്റ്റുകൾ ചെയ്തിട്ട് ടെസ്റ്റൊക്കെ നോർമലാണെങ്കിലും ദേ വോണ്ട് ബി സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ ദേ വിൽ തിങ്ക് ദാറ്റ് ഈ ഡോക്ടർ എന്തോ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ തുറന്ന് പറയുന്നില്ല എൻ്റെ അടുത്ത് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ അവർ വന്നിട്ട് അവർ വീണ്ടും വേറൊരു ഡോക്ടറിനെ പോയി കാണും. ആ ഡോക്ടർ ഈ സെയിം ഇത് പറഞ്ഞാലും എങ്കിലും അവർക്ക് ദേ വിൽ തിങ്ക് ദാറ്റ് ദിസ് ഡോക്ടർ എന്തോ ഇൻകോമ്പീറ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഡോക്ടറിന് വേണ്ട ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ഡോക്ടറിൻ്റെ അടുത്ത് കള്ളം പറയുക എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവും. അങ്ങനെ ദേ വിൽ കോൺസ്റ്റൻ്റ്ലി സീക്ക് അഡ്വൈസ് ഫ്രം മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ്. ഇതാണ് ഫസ്റ്റിൽ കണ്ടുവരുന്ന ഒരു ബിഹേവിയർ. ആൻഡ് അതർ വൺ ഇസ് വാച്ചിങ് വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് കാണുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, റിസർച്ച് നടത്തുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് വന്നാൽ അപ്പം തന്നെ സെർച്ച് ചെയ്തിട്ട് ഒരു ദിവസം മണിക്കൂറുകളോളം ഈ മീഡിയയിൽ തന്നെ, ഫോണിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ സൈബർകോൺട്രിയ എന്ന് പറയും. അത് വേറൊരു കാറ്റഗറിയാണ്. റീചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി അവേഴ്സ് ഈ ഫോണിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് സ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പല ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, എല്ലാ ഹെൽത്ത് ടെസ്റ്റ് ചെക്കപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അതും ഡെയിലിയൊക്കെ അവർ ചെയ്യുന്നവരുണ്ട് ഈ ഒരു ഉത്കണ്ഠ കാരണം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 ബിഹേവിയർ. പിന്നെ ഇങ്ങനെയുള്ളവരിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇത്തരത്തിലുള്ള സിംറ്റംസ്, അവരുടെ ബോഡിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഇവർ ഓവർ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സ്റ്റേറ്റസിനെ കുറിച്ചിട്ടായിരിക്കും അവർ ഡിസ്കസ് ചെയ്യണം കൂടുതലും. പിന്നെ മറ്റു ചിലർ സോഷ്യൽ വിത്ഡ്രോൺ ആകും, അതായത് ഇപ്പോൾ ഗ്യാതറിങ്സിലൊന്നും പോവില്ല, ഫംഗ്ഷന് പോവില്ല. മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും എനിക്ക് അസുഖം പടരും, എന്തെങ്കിലും അസുഖം ബാധിക്കും എന്നുള്ളൊരു പേടി കാരണം അവർ സൊസൈറ്റിയിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കില്ല. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര ടയേർഡ്നെസ്സും ഒരു സ്ട്രെസ്, ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെ ആസ് സൂൺ ആസ് ദേ വേക്ക് അപ്പ് ദേ വിൽ ചെക്ക് ഓവർ ദെയർ ബോഡീസ്, എന്തെങ്കിലും പുതിയ പാടുകളോ തടിപ്പുകളോ വന്നിട്ടുണ്ടോ എന്ന്. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ മേ ബി അപ്പം തന്നെ പോയിട്ട് അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും. സോ ഇപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് ഏതെങ്കിലും കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു ബീറ്റൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൾസേഷൻ സൗണ്ടൊക്കെ ചെവിയിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ അത് എന്തോ പ്രോബ്ലമാണ് എന്ന് വരെ ചിന്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോകോൺട്രിയാസിസിൽ.
ഇങ്ങനെയുള്ളവർക്ക് പാനിക് അറ്റാക്സ് വരാനായിട്ട് വളരെ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസിനെസ് ഉണ്ടാവും, തലകറക്കമൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിൻലി കണ്ടുവരുന്ന ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അവർക്ക് പാരനോയ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അത് മറ്റുള്ളവർ നമ്മളെ കബളിപ്പിക്കുകയാണ്, നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ളൊരു ഇതിലേക്ക് വരും. പിന്നെ ഇവരുടെ കയ്യിൽ എപ്പോഴും ഒരു തെർമോമീറ്റർ ഇവരുടെ കയ്യിൽ, ദേ വിൽ ഓൾവേസ് കീപ്പ് ഇറ്റ് വിത്ത് ദം, ദേ ക്യാരി വിത്ത് ദം, ബിക്കോസ് എപ്പോഴും അവർ ലെവൽസ് ചെക്ക് ചെയ്യും, ടെമ്പറേച്ചർ ലെവലൊക്കെ ചെക്ക് ചെയ്യും, ഓക്കെ ആണോ എന്നുള്ളൊരു ഒരു ദേ നീഡ് കോൺസ്റ്റൻറ്റ് റീഅഷുറൻസ്, അല്ലെങ്കിൽ ദേ നീഡ് കോൺസ്റ്റൻറ്റ് വെരിഫിക്കേഷൻ. ഒരു ബോഡി സർവെയിലൻസിലായിരിക്കും അവരെപ്പോഴും, ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും ഇങ്ങനെയുള്ളവർ. ഇനി ഇതിൻ്റെ കാരണങ്ങളെന്ന് പറയാനായിട്ട് മെയിനായിട്ട് ഇതൊരു പുവർ ഇൻസൈറ്റ് ആണ്. അതായത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, ഓക്കെ ആണ് എന്നുള്ളൊരു തിരിച്ചുബോധ്യം, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ്, ആ ഒരു കാഴ്ചപ്പാട് മറച്ചു വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ബിഹേവിയർ. അപ്പോൾ പുവർ ഇൻസൈറ്റ് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെറുപ്പത്തിലെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. പിന്നെ ഓവർ തിങ്കിങ് ഒരു റീസണാണ്. ഓവർ ഇൻഫോർമേഷൻ ലോഡ്, വീഡിയോസും പുസ്തകങ്ങളും കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതൊരു കാരണമാണ് ഇങ്ങനെ ഒരു പ്രീ അസംഷനിലേക്ക് എത്താനായിട്ട്. പിന്നെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഫിസിക്കൽ സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നെഗ്ലക്റ്റ് ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ട്, പാരൻസ് ചെറുപ്പത്തിൽ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ. സോ ഇതൊക്കെ ഓരോ കാരണങ്ങളാണ് ഈ ഒരു ഹൈപ്പോകോൺട്രിയാസിസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എന്താ പറയുക കാരണങ്ങളായിട്ട് നമുക്കിതിനെ കാണാം. ഇനി ഇതിൽ തന്നെ കെയർ സീക്കിങ്ങും കെയർ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ കണ്ടീഷനിൽ കെയർ സീക്കിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലും അവർ എപ്പോഴും ഡോക്ടേഴ്സിനെ പോയി കാണുന്നു, യൂട്യൂബ് വീഡിയോസ് നോക്കുന്നു, മറ്റുള്ളവരെ ഷെയർ ചെയ്യുന്നു, ഇപ്പോൾ ലെവൽസ് ചെക്ക് ചെയ്യുന്നു, ബ്ലഡ് ലെവല് എല്ലാം, ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്തുന്നു, അങ്ങനെയുള്ളവരുണ്ട്. കെയർ അവോയ്ഡൻ്റ് എന്ന് പറയുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് എന്താ പറയുക കൂടുതലും അവർ പുറത്തോട്ട് ആരോടും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല, ഡോക്ടേഴ്സിനെ പോയി കാണില്ല. അങ്ങനെയുള്ളവർക്ക് കൂടുതലും ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇതിനോട് കൊമോബിഡായിട്ട് വരുന്ന മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഡിപ്രഷന്, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ബിക്കോസ് ഇതൊരു ഒബ്സസീവ് ആയിട്ടുള്ളൊരു തോട്ടാണ്, എനിക്ക് എന്തോ മാരകമായിട്ടുള്ളൊരു അസുഖം ഉണ്ടെന്നുള്ളൊരു ഒബ്സസീവ് ആയിട്ടുള്ളൊരു തോട്ടാണ്. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വിൽ എൻഗേജ് ഇൻ സം കമ്പൽസീവ് ബിഹേവിയർ. അതാണ് ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കമ്പൽസീവ് ബിഹേവിയറിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി പിന്നെ വേറൊരു സൈഡ് ഇതിൻ്റെ പറയാനാണെങ്കിൽ, ഇവർ വെബ്സൈറ്റ് ഗൂഗിളിൽ നോക്കുമ്പോഴേക്കും ബിസിനസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സിംറ്റംസ് പറയുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസിനെസ് അല്ലെങ്കിൽ ഫീവർ, ഇത്തരത്തിലുള്ള ഈ പറയുന്ന അവർ കാണിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡേക്ക്, ഇതൊക്കെ മറ്റ് എന്താ പറയുക മറ്റ് അസുഖങ്ങളിൽ ഉണ്ടാവുന്ന കാണിക്കുന്ന സിംറ്റംസ് തന്നെ ആയിരിക്കും ഈ സിംറ്റംസ്. അപ്പം ഈ ഒരു സിംറ്റം കാണിക്കുമ്പോൾ അത് ഈ ഒരു അസുഖമാണെന്ന് നമുക്കൊരിക്കലും കൺഫേം ചെയ്യാൻ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദാറ്റ്. എന്നാലേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് കൈത്തണ്ടയുടെ അവിടെ വേദന ഉണ്ടെങ്കിൽ, ഒരാൾക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഈ ഒരു ഹൈപ്പോകോൺട്രിയാസിസ് ഉള്ള ഒരാൾ വിചാരിക്കുന്നത് എനിക്ക് എന്തോ ഹാർട്ട് പ്രോബ്ലം ഉണ്ട്. ഒരു ഹാർട്ട് ഇഷ്യൂ ഉള്ള ഒരാൾക്ക്, കാർഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് ഈ വേദന വരാം എന്ന് വെച്ച് ഈ വേദന വരുന്നത് എനിക്ക് ഹാർട്ട് ഡിസീസ് ആണ് എന്നല്ല അത് കൺഫേം ചെയ്യണം. സോ അത് ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക മെയിനായിട്ടും. ഇങ്ങനെ ഒരു കൺഫർമേഷനിലേക്ക് അവർ എത്തുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് എന്താ പറയുക തിരിച്ചറിവ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് സൈക്കോതെറാപ്പി തന്നെയാണ്. സൈക്കോതെറാപ്പിയിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതുപോലെ തന്നെ ഇൻസൈറ്റ് ഓറിയൻറ്റഡ് സൈക്കോതെറാപ്പി ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഫാർമക്കോതെറാപ്പി, SSRI പോലെയുള്ള ആൻസിയോലിറ്റിക്സ് പോലെയുള്ള മെഡിക്കേഷൻസ് ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഇൽനെസ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഫാമിലിക്കും അതുപോലെ തന്നെ അവർക്കും ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അവർ ഒരു ദിവസം ചെയ്യുന്ന
എത്ര ദിവസം ഒരു ദിവസം എത്ര പ്രാവശ്യം അവർ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനായിട്ട് പറയുകയാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ചെയ്യുന്നുണ്ട്, എന്താ പറയുക റീചെക്കിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവർക്ക് അപ്പോൾ ഒരു എന്താ പറയുക അവയർനെസ് അവർക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആയിട്ട് ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ്, എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്ത്, ഒരു ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ഒരു പ്രോബ്ലംസും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് ഇല്ലാത്തതല്ല ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്നുള്ളൊരു റിയാലിറ്റി അവരിൽ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും ഹി ഓർ ഷീ ക്യാൻ ഓൾസോ ഫീൽ ഡിസി. എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാളും ഒരു തലകറക്കം ഉണ്ടാകാം അയാൾക്ക്. അപ്പോൾ അയാൾക്കും ആ ഒരു ബുദ്ധിമുട്ട് വരാം എന്നുള്ളൊരു അവബോധം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത്തരത്തിലൊരു കണ്ടീഷനിൽ നമ്മൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു.